IUI ചികിത്സയെക്കുറിച്ച് സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. ഈ IUI ചികിത്സ എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ് IUI. അതായത് വന്ധ്യത ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് സിംപ്ലർ ആയിട്ടുള്ള IVFന്റെ അത്രയും പോകാതെ കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള പല ചികിത്സാ രീതികളും ഉണ്ട്. അതിലൊന്നാണ് ഈ IUI ചികിത്സ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് അണ്ഡാശയത്തിൽ അണ്ഡം വളർന്നു വന്ന് അത് മെച്യൂർ ആകുന്ന സമയത്ത് നമ്മൾ IUI എന്ന് പറയുന്ന പ്രൊസീജിയറിന് വേണ്ടി അവരെ പോസ്റ്റ് ചെയ്യും. അതൊരു OP പ്രൊസീജിയറാണ്. അതായത് ഹസ്ബൻഡിന്റെ സെമനിലെ ഏറ്റവും ചലനമുള്ള സ്പേംസ് മാറ്റിയെടുത്ത് വൈഫിന്റെ യൂട്രസിന്റെ അകത്ത് വിക്ഷേപിക്കുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണിത്. ഇത് OPയിൽ രാവിലെ വന്ന് ചെയ്യുന്ന രീതിയിലാണ്. അനസ്തീഷ്യ ഒന്നും ആവശ്യമില്ല. വളരെ മൈനർ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ചിലവും വളരെയധികം കുറവാണ് IVFുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ പൊതുവേ IUI കഴിഞ്ഞ് കഴിയുമ്പം 3 സംശയങ്ങളാണ് എല്ലാ പേഷ്യൻസും ചോദിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഫുഡ് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഫുഡ് എന്തൊക്കെ കഴിച്ചുകൂടാ? ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ബേസിക്കലി കഴിച്ചുകൂടാ എന്ന് പറയുന്ന ഫുഡ്സ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. പണ്ടേ നമ്മൾ കേൾക്കുന്നൊരു ടേമാണ് ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ്. നമ്മൾ പലരും ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കാർബ് കട്ട് ചെയ്യുന്നതും നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നതൊക്കെ കേൾക്കും. പക്ഷേ എന്നാലും ഏറ്റവും ഹെൽത്തി ഡയറ്റ് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റാണ്. അതായത് നമ്മുടെ ഫുഡിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കണം. അത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ അളവുകൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു അഡ്വൈസ് ആണ്. കാരണം നമുക്ക് ഫുഡ് പോയ്സണിങ് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പുറത്തു നിന്നുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഹോട്ടൽ ഫുഡ്സിൽ പലപ്പോഴും കാർബും ഫാറ്റും വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും പച്ചക്കറി കൂടുതലും ഫ്രൂട്ട്സ് കൂടുതലും കുറച്ച് പ്രോട്ടീനും ഹൈ ആക്കി വീട്ടിൽ തന്നെ ഫുഡ് പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ഓപ്ഷൻ. ഇന്നത് കഴിച്ചുകൂടാ എന്ന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഉള്ള അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എല്ലാവരും ചോദിക്കുന്നത് റെസ്റ്റ് വേണോ IUI കഴിഞ്ഞിട്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു IUI ഒരു മൈനർ പ്രൊസീജിയറാണ്. OPയിൽ വന്ന് സിമ്പിളായിട്ട് അനസ്തീഷ്യ ഒന്നും ഇല്ലാണ്ട് ചെയ്ത് വീട്ടിൽ പോകുന്ന കാര്യമേ ഉള്ളൂ. ഇതിന് ഒരു രീതിയിലുള്ള റെസ്റ്റും ആർക്കും ആവശ്യമില്ല. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ചെയ്യാം. സ്ത്രീ ജോലിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാം. അതിന് ബസ്സോ ട്രെയിനോ കാറിലോ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ട്രാവൽ ചെയ്യാം. കോണിപ്പടി കയറുന്നതിൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല. എക്സസൈസിന് ചെയ്യാറുള്ള ജിമ്മിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി പോലത്തെ അസുഖങ്ങളുള്ള സ്ത്രീകൾ പലപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് തന്നെ അഡ്വൈസ് ചെയ്യുന്നവരാണ്. അവർ ഈ പറഞ്ഞ പോലെ ഡയറ്റും ഈ പറഞ്ഞ പോലെ റെസ്റ്റും വരുമ്പോൾ എന്താണോ വെയിറ്റ് ലോസിന് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുക. ഈ IUI കഴിഞ്ഞുള്ള 2 ആഴ്ചയിൽ റെസ്റ്റ് എടുത്ത് പിന്നെയും വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സംശയം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ? അതായത് ഹസ്ബൻഡ് സ്ഥലത്തുണ്ട്, അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഗർഭിണിയാകാനുള്ള ചികിത്സയ്ക്കാണ് വന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ IUI ചെയ്യുന്നത്. IUI സൈക്കിളിൽ ഹസ്ബൻഡും വൈഫും കോണ്ടാക്ട് പാടില്ല എന്നുള്ള ഒരു നിബന്ധനകളും ഇല്ല. അവർ തമ്മിൽ ഇൻ്റർകോഴ്സ് ഉണ്ടെങ്കിൽ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസും IUI കഴിഞ്ഞിട്ട് ആവശ്യമില്ല. പൊതുവേ വന്ധ്യത ചികിത്സയ്ക്ക് വരുന്നവർക്ക് IVF ആണ് ആകെയുള്ളൊരു ഓപ്ഷൻ എന്നുള്ള തെറ്റിദ്ധാരണയോടെ വരുന്ന ഒരുപാട് പേരുണ്ട്. IVFനാണ് പൊതുവേ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ എന്ന് പറയുക. പക്ഷേ IVFൻ്റെ ചിലവോ അത്രയും ബുദ്ധിമുട്ടോ ഇല്ലാതെയുള്ള പല ലഘുവായിട്ടുള്ള ചികിത്സാ രീതികളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും IUIയുടെ പോസിബിലിറ്റി നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെ ആണോ എന്നറിയാനും നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കുക.